ഒരു 3 കൊല്ലം മുമ്പ് കർണാടകത്തിലെ കുറേ കോളേജുകൾ അടച്ചുപൂട്ടി, നഴ്സിംഗ് കോളേജുകൾ. എന്താ കാര്യം? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്രഡിഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയ കുഞ്ഞുങ്ങളൊക്കെ ചില ആൾക്കാർ പഠനം നടത്തി, ചിലർ ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ചെയ്തൊരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മെസ്സേജ്, കർത്താവ് ഇത് എന്നേക്കുമായിട്ട് പൂട്ടിയിടുകയാണോ, അതാ ഇതിന് നിയമങ്ങൾ ഭേദഗതി വരുമോ, ഈ കുഞ്ഞുങ്ങൾ 4 ലക്ഷം രൂപയൊക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു പോരേണ്ടി വരുമോ, അവരിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ സാധനം തിരിച്ചു തരുമെന്ന്, അതെല്ലാം തുറന്നു വരും മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ പോകുന്ന കോളേജ് പഠിത്തം ഉണ്ടെങ്കിൽ പഠിക്കുക, നീ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലത്താവുമ്പോൾ കർത്താവ് നിയമം മാറ്റിയിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നോളൂ. അന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് അല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ അന്ന് തന്ന ഒരു സൂചനയാണ്. ഞാൻ പറഞ്ഞു ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ എന്താ, നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം സുപ്രീം കോടതിയിൽ പോയി, അവർക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായി. എന്താ വിധി ഉണ്ടായിരിക്കണത്? അതാത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല തീരുമാനിക്കേണ്ടത്, യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ അക്രഡിഷൻ തീരുമാനിക്കേണ്ടത് ആരാണ്? അതാത് സംസ്ഥാന സർക്കാരാണെന്ന്. അപ്പോൾ കർണാടക തീരുമാനിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്താ, നമ്മൾ ദൈവത്തോട് ചോദിക്കാതിരുന്ന ആൾക്കാർ അന്ന് പഠനം നടത്തി പോകുന്ന ആൾക്കാരാണ്, കാശും പോയി അവരുടെ. നമ്മൾ ദൈവത്തിൻ്റെ തിരുസേനയിൽ നിൽക്കുമ്പോൾ എന്താണ്, ഞാൻ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനം. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശമാണ്. കൗൺസിലിങ്ങിന് മലയാളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉപദേശം എന്നതിൻ്റെ അർത്ഥം. ആരാ ഉപദേശിക്കേണ്ടത്? കർത്താവ് ഉപദേശിക്കണം. കർത്താവ് എങ്ങനെ ഉപദേശിക്കണത്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് 32:8 സങ്കീർത്തനത്തിലെ. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കാം. പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റണത് എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഷെയ്ക്കായി മാറും. അബദ്ധങ്ങൾ പറ്റണത് അങ്ങനെ തന്നെയല്ല. ചില പറയും, അതായത് ഓരോരുത്തൻ്റെ വ്യക്തി താല്പര്യത്താൽ അവൻ കുടുക്കിലാകുമ്പോഴാണ് അവൻ വഞ്ചിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കട്ടെ മക്കൾ, അങ്ങനെ വചനമുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് നേര് പറഞ്ഞേ, സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനമാണ് 1:14. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹ നിമിത്തമാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആഗ്രഹമാണോ ദുർമോഹമാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. കാര്യം ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകുമോ? ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കാര്യം അവർക്കത് ശരിയാകും, നമ്മൾക്ക് ശരിയാകുമോ ഇല്ലയെന്ന് അറിയില്ല. അവിടെയാണ് എൻ്റെ ചില കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യിക്കുന്ന ചില കാര്യങ്ങളില്ലേ, നിങ്ങൾ കുടുക്കിലായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ചില കുടുക്കിലായ വിഷയങ്ങൾ അമ്മ ഈ വിഷയം ഏറ്റെടുക്കണം കൊണ്ടാണ് നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പണി കിട്ടിയിരുന്നേക്ക്. അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ആലോചനയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? മറ്റ് ഫോറിൻ മാറ്റേഴ്സ് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ചില ആൾക്കാർ നമുക്ക് മലേഷ്യയിൽ പോകാം, നമുക്ക് ആസ്ട്രേലിയയിൽ പോകാം ഒക്കെ പറഞ്ഞ് ഉടനെ വീടും കിട്ടിയ ഒരു ഏജൻറ്റിൻ്റെ പുറത്ത് ഏജൻറ്റുമായിട്ട് കണ്ടുമുട്ടി. ഇത് ആര് കയ്യിൽ നിന്ന് കാശ് പോയി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കാശ് കൊടുക്കാൻ ആരാ പറഞ്ഞത്? അവൻ തന്നെയല്ലേ പറഞ്ഞു. ഈ ആളെ കൊണ്ടുവന്ന ആരാ? ഇപ്പോഴാണ് തിരക്കണത് ഓരോ കാര്യങ്ങൾ. അപ്പം തിരക്കില്ല, അപ്പം ബോധമില്ലായിരുന്നു, കുടുക്കിലായിപ്പോയി ഓരോരുത്തരുടെ. അപ്പം നമ്മളെപ്പോഴും നോക്കണം, അതായത് നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ സംരക്ഷിക്കുമെന്നൊരു വചനമില്ലേ? ഫിലിപ്പിയർ 2:7 വചനം. ഫിലിപ്പിയർ 2:7 എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞ് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ.
അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും കർത്താവ് യേശുക്രിസ്തുവിലെ സംരക്ഷിക്കും. ഇപ്പൊ 2 കാര്യത്തിൽ സംരക്ഷണം വേണം. എന്തൊക്കെ വേണം? ഒന്ന് ചിന്തയ്ക്ക്, രണ്ടാമത്തത് ഹൃദയത്തിന്. 2 ഫാക്കൽറ്റിയാ. ചിന്ത കൊണ്ട് തിയറി ഉണ്ടാക്കും, ഹൃദയം കൊണ്ട് പ്രാക്ടിക്കൽ ഉണ്ടാക്കും. തിയറിയും പ്രാക്ടിക്കലും ചെയ്യണത് ആരാ? ചിന്ത മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല, ആശയപരമായിട്ട് നിൽക്കും. ആശയം പ്രയോഗത്തിൽ വരുന്നത് ഇച്ഛാശക്തിയാണ്. അപ്പോൾ ദൈവം എന്താ പറയണത്? ഇച്ഛാശക്തിയുടെ മേൽ സംരക്ഷണം ഉണ്ടാകണം, അതുപോലെ തന്നെ ആശയത്തിൻ്റെ മേലും ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയുടെ മേൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇടതടവില്ലാതെ. അതാണ് പറയുന്നത്, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയണതും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയണതും ഒരേ മനസ്സാണ്. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ ഈശോയും പറയും 18:1 ലൂക്കായുടെ സുവിശേഷത്തിലെ. നിരന്തരം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം പാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ആർക്കും നമ്മളെ മാർഗഭ്രംശം ചെയ്യാൻ പറ്റത്തില്ല, ആരും വേണം നമ്മളെ വഴിതെറ്റിക്കത്തില്ല. ഓരോരോ കാലത്ത് പോയി നമ്മൾ ചാടിയതല്ലേ. ആശുപത്രിക്ക് പോലും പോണത് എന്താ? ഇപ്പം സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോഴല്ലേ കാര്യങ്ങൾ മാറിയത്. ആദ്യം പറഞ്ഞ കേട്ടതാണെങ്കിൽ നമ്മൾ പോയിരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നേനാ. പിന്നെ എന്ത് പറ്റും? ബ്ലഡ് എല്ലാം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ വഴിതെറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ നിർത്തും. രണ്ടാമത് എന്താണ്? നമ്മുടെ ചിന്തകളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ വികാരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മളെ നിലനിർത്തി തരും. ശ്രുതിയുടെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. നിന്തിരു രക്തത്താൽ കഴുകണമേശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്തിരു രക്തത്താൽ കഴുകണമേശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, ഞങ്ങളെ ഈ ആൾത്താരയിൽ കയറ്റി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഞാൻ 2024 ജൂലൈ 1 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയത്തി വഴിയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. ഞാൻ ആദ്യം UK പോകാൻ കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി രമ്യ, അവൾ മാർച്ചിൽ വന്ന് ഉടമ്പടി എടുത്തതിൽ ആദ്യം എടുത്ത നിയോഗം എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാഴ്ചയ്ക്കകം തന്നെ എനിക്ക് UK പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജൂലൈയിൽ നാട്ടിലെത്തി. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ജൂലൈ 31 ഞങ്ങൾ UK-യിലെത്തി. 3-4 ദിവസം റൂമിൻ്റെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകുകയും അവിടെ ഒരു കാറ് വാങ്ങാൻ അനുവദിക്കുകയും പിന്നെ മോളുടെ സ്കൂള് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പം നമ്മൾ വളരെ പുതിയ കാര്യങ്ങളായിരുന്നു ഈ പ്രാർത്ഥനകളും എല്ലാം. അതിൻ്റെ ചിട്ടയായ രീതിയിൽ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അപ്പം അവിടെ വിസയ്ക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം എന്നോടൊപ്പം ജോലി ചെയ്ത 3 പേർക്കും വിസയ്ക്ക് പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പുതിയ സ്പോൺസർഷിപ്പ് ജോബ് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പം ഹസ്ബൻഡിന് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി വേറൊരു കമ്പനിയിൽ. അപ്പം ഞാൻ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 22 2025 ഗവൺമെൻറ്റിൽ നിന്നൊരു മെയിൽ വന്നു, നമ്മൾക്ക് ജൂൺ 22 വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ പുതിയ സ്പോൺസർഷിപ്പ് കണ്ടെത്തണമെന്ന്. ഞങ്ങൾ ഒരുപാട് ജോബ് നോക്കി. അപ്പം ജൂൺ 19 ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ജോബ് ശരിയായി. അതിനുവേണ്ടി 22 മുമ്പ് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം
എങ്കിലും നമുക്ക് IELTS എഴുതിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം IELTS എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. ജൂലൈ 25 ആദ്യത്തെ ശ്രമം ചെയ്തെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്പം ഓഗസ്റ്റ് 3 ജോസഫ് അച്ഛൻ ഇവിടെ UK ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 4 അച്ഛൻ്റെ 3 അവിടെ 3 ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റി. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഡയറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റി. ആദ്യത്തെ തവണ തീർത്ഥാടന ഉടമ്പടിക്ക് ഇവിടെ വന്ന സമയത്ത് 1 മാസം ഉണ്ടെങ്കിലും നമുക്കന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു വലിയ വിഷമമായിരുന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ അച്ഛൻ അപ്രതീക്ഷിതമായി UK വരികയും ഞങ്ങൾക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് നേരിട്ട് കിട്ടുകയും അവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റ് 9 ഹസ്ബൻഡിന് ഒരു സർജറി ഉണ്ടായിരുന്നു, അവിടെ ഹെർണിയയുടെ സർജറി. അതിനുശേഷം ഓഗസ്റ്റ് 22 ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 21 എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും 3 പ്രാവശ്യം എഴുതിയപ്പോഴും അദ്ദേഹത്തിന് IELTS ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 22 ഡേറ്റ് കഴിഞ്ഞു പോകുമെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് പോന്നു. അതിൽ 4ാമത്തെ എക്സാമിന് റിസൾട്ടിൽ അദ്ദേഹത്തിന് എല്ലാം ക്ലിയർ ചെയ്യുകയും ആ ഡോക്യുമെൻറ്റ് 28 ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സിന് സെപ്റ്റംബർ 1 കൊടുത്തു. 7 ദിവസത്തിനുള്ളിൽ 3 വർഷത്തെ വിസ മാതാവ് ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. 3 വർഷത്തെ UK വിസയിൽ ഹസ്ബൻഡിന് സ്പോൺസർഷിപ്പോടെ കിട്ടുകയും ഞാനും മോളും അവിടെ ഡിപ്പെൻഡൻ്റായി ഞങ്ങൾക്ക് അവിടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. 9 ദിവസത്തിനുള്ളിൽ. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ടായിരുന്നു നമുക്കത് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ വിസയിൽ അവിടെ പോയി, ഒരിക്കലും ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ എനിക്കൊരു നല്ല ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കലും അത് സാധ്യമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പം അതൊരു നടക്കാത്ത ഒരു കാര്യം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്നു. ഈ ഉടമ്പടി ഇത്രയും പ്രോബ്ലംസ് നടക്കുമ്പം ഞാൻ ഏപ്രിൽ 22 ആയിരുന്നു നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നത്. ആ സമയം തൊട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 9 എനിക്ക് വിസ വരുന്നിടം വരെ ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രം രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കാരണം അച്ഛൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൽ, നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും കൂടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യണമെന്ന്. അപ്പം അതനുസരിച്ച് ഞാൻ മാതാവിൻ്റെ വണക്കമാസം മുതലാണ് ആദ്യം 1 മാസം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നി മാതാവ് എനിക്ക് വിസ തന്നിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. പകൽ മൊത്തം ഉപവാസം എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ സെപ്റ്റംബർ 9 വിസ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം 3 ദിവസം മാത്രം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചത്. അച്ഛൻ്റെ ധ്യാനത്തിന് UK പോയ ആ 3 ദിവസം അവിടുത്തെ ഉച്ചഭക്ഷണം മാത്രമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അപ്പം സെപ്റ്റംബർ 5 എല്ലാവർക്കും അറിയുന്ന പോലെ ഓണമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഇന്നെങ്കിലും ബയോമെട്രിക്സിന് കൊടുത്തിട്ട് ഇന്നെങ്കിലും എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ മാതാവിന് ഞാൻ ഓണസദ്യ വീട്ടിൽ ഒരുക്കി ഉച്ചവരെ കാത്തിരുന്നു അന്ന് വിസ കിട്ടുമെന്ന്. പക്ഷേ അന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അന്നും സദ്യ ഒരുക്കി അമ്മയ്ക്ക് വെച്ചിരുന്നെങ്കിലും ഞാൻ വൈകുന്നേരമാണ് ഞാനും ഏട്ടനും വൈകുന്നേരമായിരുന്നു ഭക്ഷണം കഴിച്ചത്, ഓണസദ്യ. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിസ കിട്ടിയത്. അതിനുശേഷം അവിടെ ഒരു ഓണം പ്രോഗ്രാമിന് എല്ലാ വിഭവങ്ങളോടും കൂടി ഒരു സദ്യ, അത് കഴിഞ്ഞുള്ള ശനിയാഴ്ച എനിക്ക് കഴിക്കാൻ പറ്റി. ഓണസദ്യ അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഈ സമയത്ത് ഞാൻ കൂടുതൽ ചെയ്ത പ്രാർത്ഥനകൾ ജൂലൈ മാസം തൊട്ട് 1000 മണി കൊന്ത ഞാൻ ചൊല്ലാൻ തുടങ്ങിയിരുന്നു. അത് ജപമാല എനിക്ക് വലിയൊരു ബലമായിരുന്നു. ശരിക്കും വളരെ സ്ട്രെസ്സായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയിരുന്നെങ്കിലും മാതാവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് മനസ്സിന് ഭയങ്കര ബലം കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരുന്നു നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ സാഹചര്യത്തിൽ വരുമ്പോഴും നമുക്ക് തോന്നും, ഓക്കെ അമ്മ എല്ലാം കരുതുന്നുണ്ട്, അമ്മയ്ക്കൊരു പ്ലാൻ ഉണ്ടാവും, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കരുതലുണ്ടാവുമെന്ന്. ഞാൻ വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു. നമുക്ക് UK പോയി ഇങ്ങനെ കാര്യങ്ങൾ വരും, അപ്പോൾ അത് മാതാവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ലൈഫിൽ നടന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അമ്മ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. ഈ കഴിഞ്ഞ 1 വർഷം ഞാൻ ജോലിക്ക് വേണ്ടി നോക്കി. അപ്പം ജാനുവരിയിൽ മാതാവിൻ്റെ ഒരു ഇൻഡ്യൂഷൻ വന്ന് ഞാൻ അവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ഒരു രീതിയിലുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് എനിക്കൊരു വർക്ക് വരാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാൻ ഡിപ്പെൻഡൻ്റ് ആയി നിന്നാൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മാതാവ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ജോബ് കൊടുത്തതും എന്നെ ഡിപ്പെൻഡൻ്റ് ആക്കിയതും. ഇന്ന് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. അതിന്
പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിക്കുന്നു. ഇന്ന് അമ്മ മാതാവ് എന്ത് കാര്യങ്ങളും നടത്തുന്നു, ചിന്തിപ്പിക്കുന്നു, മനസ്സിലാക്കി തരുന്നു. അതനുസരിച്ചാണ് ഞങ്ങളുടെ 3 പേരുടെയും ജീവിതം പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവിടെ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ നാട്ടിൽ അമ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും 10 പേർക്ക് വീതം ഫുഡ് കൊടുക്കുന്ന രീതിയിൽ പൈസ അയച്ചു കൊടുക്കുകയും അമ്മ ഇവിടെ പൊതി വാങ്ങി കോട്ടയത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു ഫാമിലിക്ക് കൃത്യമായ ഒരു എമൗണ്ട് നമ്മൾ എല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പത്രം അമ്മ വാങ്ങിച്ച് നമുക്കവിടെ കൊറിയർ ചെയ്ത് തരും. അപ്പം നമ്മളവിടെ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും നമ്മളവിടെ എല്ലായിടത്തും കൊടുക്കും. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ ഇപ്പോൾ വന്നത് ഒരു 2 ആഴ്ചത്തേക്ക് മാത്രമാണ് വന്നത്. ഈ സാക്ഷ്യം പറയാനും പിന്നെ ജപമാല റാലിക്ക് വേണ്ടി പങ്കെടുക്കാൻ ഞങ്ങൾ 3 പേരും പങ്കെടുക്കാൻ കഴിഞ്ഞ 1 മാസമായിട്ട് നോയമ്പെടുത്ത് മോൾ ഉൾപ്പെടെ നോയമ്പെടുത്തിട്ട് ഞങ്ങൾ മാതാവിനോടുള്ള നന്ദി അറിയിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ UK നിന്ന് വന്നത്. നേരിട്ട് ഇന്നലെ എത്തിയത്. ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ നിൽക്കാൻ വളരെ സന്തോഷവും ബഹുമാനവും തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. എനിക്ക് കൂടുതലായെന്ന് പറയാം, രാജു ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകം പറയാനുള്ളൂ. ജോസഫത്തിന് അവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഹെർണിയയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫിനെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ ജോസഫിന് തൈലം തന്നിട്ട് എൻ്റെ ഈ തള്ളവരിൽ തൈലം തൊട്ടിട്ട് പറയും, നീ അവിടെ 8 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെയ്തിട്ട് കുരിശ് വരയ്ക്കണമെന്നാണ്. അപ്പോൾ ഞാൻ അതുപോലെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് എനിക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ പിന്നെയാണ് എനിക്കത് മനസ്സിലായപ്പോൾ നമ്മൾ ഇവിടെ പ്രേയറിന് എന്തിനെന്ന് ചോദിക്കില്ല, ഞാൻ അത് നിന്റെ നന്മയ്ക്കായി കരുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് ശരിക്കും ആ സർജറി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സർജറി ഒരു പേപ്പറാണ് എൻ്റെ വിസയ്ക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ആ സർജറി എൻ്റെ നടക്കേണ്ടി വന്നത്. 22-ാം തീയതി ജൂൺ 22-ാം തീയതി എൻ്റെ സർജറി നടക്കേണ്ടതിന് ഒരു ഓഗസ്റ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ പേപ്പർ എനിക്ക് വളരെയധികം ആവശ്യമായിരുന്നു. വിസ സ്റ്റാമ്പിങ്ങിന് നമ്മൾ ഒരു കാരണവശാലും പിറുപിറുക്കേണ്ട കാര്യം, എന്തിനും അതിനെ ഒരു ന്യായമുണ്ട്. കറക്റ്റ് അതുകൊണ്ടാണ് എനിക്ക് ആ സർജറി നടക്കേണ്ട വന്ന ആ പേപ്പർ കിട്ടിയതുകൊണ്ട് മാത്രം വിസ സ്റ്റാമ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് സാധിക്കേണ്ടി വന്നു. അത്രമാത്രം എനിക്ക് പറയുന്നുള്ളൂ. വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുമാറുണ്ട്. എല്ലാവർക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുമാറുണ്ട്. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിഖില ആൻഡ്രു. ഞാൻ വൈപ്പിൻ ഓശന്തുരത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2024 19 ഏപ്രിലാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായത് 2015-ലാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായി. പക്ഷേ അത് ട്യൂബിലായതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്താണ് ട്യൂബിലാണ് വീണ് പൊട്ടുകയുണ്ടായി. അത് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്ന്. ആ ട്യൂബ് പൊട്ടുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഇനി ഒരു കുഞ്ഞുണ്ടാവാൻ നിങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ്. ഞങ്ങൾ നീണ്ട 9 വർഷം കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. പല പ്രാവശ്യം ഡോക്ടറെ കണ്ടു, പക്ഷേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവാണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടി. ആ കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്. ഈ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആദ്യത്തെ 3-ാം മാസം എൻ്റെ ശരീരത്തിലെ വെള്ളം മുഴുവൻ വറ്റി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം റിക്കവർ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഹോസ്പിറ്റലിലായി. വളരെ വലിയ ഛർദിലും കാര്യങ്ങളുമായിരുന്നു. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 50 ഉള്ളൂ എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞു. എങ്ങനെ നീ ഹോസ്പിറ്റലിൽ എത്തി എന്നാണ് എന്നോട് ഡോക്ടർ ചോദിച്ചത്. ഈ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 2 നേരം ചൊല്ലുമായിരുന്നു. മാതാവ് എന്നെ കൈവിട്ടില്ല. എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ മാതാവ് എനിക്ക് തന്നു. എനിക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ എനിക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഫോണിലൂടെ കുർബാനയും ഒക്കെ കാണുമായിരുന്നു. തൈലം പുരട്ടി ഞാൻ വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ ദൈവം തന്നു. അതിനുശേഷം എനിക്ക് മാതാവ് വീണ്ടും വലിയൊരു അനുഗ്രഹം തന്നു. ഞങ്ങളുടെ വീട് പുഴ സൈഡാണ്.
വീടിനൊരു 40 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ആ വീട് പുതുക്കി പണിയാനായിട്ട് സാങ്ഷൻ കിട്ടില്ലായിരുന്നു. പുഴ സൈഡിൽ നിന്ന് 500 മീറ്റർ നീളമെങ്കിലും വേണം സാങ്ഷൻ കിട്ടാനെന്നാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വീടിന് ചുറ്റും ഇടുമായിരുന്നു. ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നിയമം മാറ്റി ആ പുഴ സൈഡിലുള്ളവർക്ക് വീട് വെക്കാമെന്നുള്ള സാങ്ഷൻ വന്നു. ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു. ഇപ്പോൾ വീട് പണി തുടങ്ങിയിരിക്കുകയാണ്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ മൂത്ത മകനാണ്. ഇവന് ചെറുതിലെ മൂക്കിൽ ദശ വളരുന്ന അസുഖമുണ്ടായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു. അവൻ ഭയങ്കര കൂർക്കം വലി, വാ തുറന്ന് പതയൊക്കെ വരുമായിരുന്നു ഉറങ്ങുന്ന സമയത്ത്. ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ കുറേ മരുന്ന് കഴിച്ചു, ഹോമിയോയും ഇംഗ്ലീഷും എല്ലാം കഴിച്ചു. അവസാനം ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറില്ല, ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയുടെ പഠിപ്പിനെ ബാധിക്കും, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടാവും, പല്ല് പൊന്തും, ഭയങ്കര വികൃതമാകും, പിന്നെ തൊണ്ടയിലേക്കും ചെവിയിലേക്കും വളരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് തന്നെ ഇത് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ കൊച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. എല്ലാവരും ഞങ്ങൾ ചീത്ത പറഞ്ഞു. ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചു എന്നാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, ഓപ്പറേഷൻ ചെയ്താൽ അവന് മാറുമെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അനിയൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഹോമിയോ ഉണ്ട്, നീ അതൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈപ്പിൽ ഹോമിയോ മരുന്ന് കഴിച്ചു. കൊറോണ ടൈം വരെ അവൻ കഴിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മരുന്ന് മുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും ഇവന് വന്നു. അങ്ങനെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് എക്കോയും എല്ലാം ചെയ്തു. ഓപ്പറേഷൻ ഉള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്ത്, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും. ഓപ്പറേഷൻ ഞങ്ങൾ വിന്നിങ് ആണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ ഈ നിയോഗവും കൂടി മാതാവിന് സമർപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മോന് ഈ ദേശവളർച്ച മാറ്റി തന്നെയെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇവന് ഭയങ്കര പേടിയാണ്. ഞാനില്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കും പോവില്ല, ഒറ്റക്ക് ഒരു മുറിയിലോട്ട് പോകില്ല, ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവന് ഇങ്ങനെ ഓപ്പറേഷന് അകത്തേക്ക് കയറുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. ഇപ്പോൾ ഇവൻ്റെ മൂക്കിൽ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ മൂക്കിൽ ദശവളർച്ച നിന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇവൻ വായ പൊളിച്ച് കിടന്നുറങ്ങുന്നില്ല, കൂർക്കം വലിയില്ല, പായ കിടന്ന് ഇങ്ങനെ ഉരുളുമായിരുന്നു. അവൻ കിടന്നോട് തന്നെ ഉണ്ടാവില്ല, ഇവിടെ കിടന്ന് പിന്നെ രാവിലെ നോക്കുമ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ദശ വളരുന്നതിൻ്റെ പ്രശ്നമാണ്, ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും, അവൻ്റെ പഠിപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ മൂക്കിൽ. ഇപ്പോൾ അവന് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുമില്ല. ഇപ്പം നല്ലോണം പഠിക്കുകയും അവന് വേറൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മാതാവ് അസുഖം മാറ്റി തന്നു. ദൈവത്തിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ടുള്ള കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഫോണിലൂടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. കുർബാന ഞാൻ ഫോണിലൂടെയാണ് കണ്ടിരുന്നത്. എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് എനിക്ക് കാരുണ്യപ്രവർത്തികൾ പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് മാതാവ് നല്ലൊരു കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവും വീടിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്നു. ദൈവത്തിനും മാതാവിനും 1000 നന്ദി. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സഫാനിയ 3:17. എൻ്റെ പേര് ജിജി പോൾ. ഞാൻ കണ്ണങ്കര നിന്ന് വരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് 27-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഈ മകൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം പരാജയപ്പെട്ടതോടുകൂടിയാണ്. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അമ്മ പോയി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. ബാക്കി കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് സ്റ്റെഫി പോൾ. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി എല്ലാ വിഷയവും ഫെയിലാകുകയും ചെയ്തു. സപ്ലിമെൻ്ററി എഴുതിയിട്ടും ഞാൻ എല്ലാ വിഷയത്തിനും പോയി. ഞാൻ അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം. അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ പറഞ്ഞ പ്രകാരം തന്നെ അമ്മയെ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് രാവിലെ 5:30 പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ കൃപാസന പത്രം വായിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി വായിക്കുകയും ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ
നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ കൂട്ടുകാർക്ക് നെറ്റിയിൽ കുരിശ് വെച്ചതിന് ശേഷം മാത്രമേ എക്സാം എഴുതാൻ പോകാണ്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എക്സാം ഞാൻ നല്ല വിജയകരമായി പാസ്സായി. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ 9 2024 ഒക്ടോബർ 9 ഉടമ്പടി എടുക്കുകയും ഡിസംബറിൽ ഫോർത്ത് ഇയർ എക്സാം എഴുതുകയും നല്ല മാർക്കോട് കൂടി നല്ലൊരു വിജയം തന്ന അമ്മേനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എക്സാമിന് പോകാൻ നേരത്തെ എപ്പോഴും അമ്മ എൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ കൊണ്ടുപോവുകയും എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് കയറുകയും വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച ശേഷം മാത്രമേ എക്സാം എഴുതാറുണ്ടായിരുന്നുള്ളൂ. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ തിരിച്ച് ഹോസ്റ്റലിലേക്കും പോകാറുണ്ടായിരുന്നുള്ളൂ. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി കൂടിയായിട്ടാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ കൂട്ടുകാരി അവൾ ഡിഗ്രി കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയേക്കുമായിരുന്നു. അവൾ ദുബായിലാണ്. വിസിറ്റിംഗ് വിസയിൽ പോയതിന് ശേഷം അവൾക്ക് 6 മാസമാകാൻ 5.5 മാസം കഴിഞ്ഞിട്ട് അവൾക്ക് ജോലി ലഭിച്ചില്ല. അവൾ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. അവൾ എന്നോട് പറഞ്ഞായിരുന്നു, ഇവിടെ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ. അവളൊരു ഹിന്ദുവാണ്. അപ്പോൾ ഞാൻ അവൾക്കും വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ നവംബർ 23 അവൾ വിസ കാലം തീരുവാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് പ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും നവംബർ 15 തന്നെ അവൾക്ക് ജോലി കിട്ടുകയും അവൾക്ക് വിസ നീട്ടി കിട്ടി അവൾക്ക് നല്ലൊരു ജോലി അവൾ മുന്നേറുകയാണ്. അവൾക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിനോട് കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ജൂനിയേഴ്സിനും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നേർച്ച വസ്തുക്കൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുമായിരുന്നു. രാവിലെ 5:30 മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയും വൈകിട്ടും മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഗ്രോട്ടം ഞങ്ങളുടെ ബാച്ചിലർ എല്ലാവരും കൂടി വൃത്തിയാക്കി പെയിൻറ്റ് അടിച്ചിൻ്റെ അടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ ബാച്ചോട് തന്നെ രാത്രി 8 മണിക്ക് ഞങ്ങൾ ബാച്ച് പ്രെയറായിട്ട് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ 6:30 കുർബാനയ്ക്ക് പങ്കെടുക്കുകയും എല്ലാ ദിവസവും വൈകുന്നേരം തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വാസം വരികയും ചെയ്യുകയുണ്ടായി. എനിക്ക് ഏതൊരു പ്രശ്നം വന്നാലും അമ്മയും മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങുകയും അത് വിതരണം ചെയ്യും. പിന്നെ വസ്ത്രങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ അവ ചെയ്യും. ദിവസവും 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. പ്രഭാത പ്രാർത്ഥന 1/2 മണിക്കൂറോളം ഞാൻ സ്വയം പ്രേരിത പ്രാർത്ഥന ചൊല്ലും, ബൈബിൾ വായിക്കും. ദിവസവും ലൈവായിട്ടുള്ള അച്ഛൻ്റെ 5:30 മണിക്കത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കും. പിന്നെ ഒരു ദിവസം കുറഞ്ഞൊരു 4 ജപമാലയെങ്കിലും ഞാൻ ചൊല്ലും. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മാതാവിനോട് ജപമാല ചൊല്ലിക്കളഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വിഷമം മാറുകയും മാതാവ് അത് എല്ലാ ടെൻഷനും നീക്കി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിരിക്കുകയും ചെയ്യും. പരീക്ഷ വന്നാലും എന്ത് വന്നാലും അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പരീക്ഷ തീരുന്നിടം വരെ ഞാൻ തിരികത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ മകൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. അവൾക്ക് എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാഞ്ഞിട്ടും 2